ഹലോ നമസ്കാരം, സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ എർത്ത് അനിമേഷനാണ്. ഈ ഡിജിറ്റൽ എർത്ത് അനിമേഷന് നമുക്ക് പ്ലഗിൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ഡീഫാൾട്ട് പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ എഫക്ട്സുകൾ ഉപയോഗിച്ച് നമുക്കൊരു ഡിജിറ്റൽ എർത്തിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ മെയിൻ കോംബ് എന്ന് പറഞ്ഞ് ഞാൻ ഫയൽ നെയിം കൊടുക്കുന്നു. മെയിൻ കോംബ് എന്ന് പറഞ്ഞ ഫയൽ നെയിം കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഡിജിറ്റൽ വേൾഡ് വേണം. അതിൻ്റെ ഒരു PNG ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു ഡിജിറ്റൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി പ്ലഗിൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ആഫ്റ്റർ എഫക്ട്സ് സോഫ്റ്റ്വെയറിനകത്തുള്ള എഫക്ട്സുകൾ ഉപയോഗിച്ച് മാത്രം നമുക്കതിനെ ഡിജിറ്റലൈസ് ആയിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് പുറത്തുനിന്നുള്ള പ്ലഗിൻസ് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഞാൻ മെയിൻ കോമ്പോസിഷൻ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഒരു വേൾഡ് മാപ്പ് വേണം. നമുക്കൊരു വേൾഡ് മാപ്പ് വേണം. ഞാനൊരു വേൾഡ് മാപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ഫയൽസ്, ജസ്റ്റ് വേൾഡ് മാപ്പ് PNG ഫയലാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് PNG ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതാണ്ടേ, ഓക്കെ, ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ് ഞാൻ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഈ വേൾഡ് മാപ്പിനെ നമുക്ക് വേറൊരു കോമ്പോസിഷനിലേക്ക് ആഡ് ചെയ്യണം. മെയിൻ കോമ്പോസിഷൻ അവിടെ കിടപ്പുണ്ട്. അതല്ലാതെ ഒരു സെപ്പറേറ്റ് കോമ്പോസിഷനിലേക്ക് ഈ വേൾഡ് മാപ്പ് PNG നമുക്ക് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഞാൻ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഞാൻ എന്ത് കൊടുക്കുന്നു, വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞ് നെയിം ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഈ വേൾഡ് മാപ്പ് PNG ഫയൽ ഡ്രാഗ് ചെയ്ത് ഇടുക. ഇട്ടതിന് ശേഷം അതിൻ്റെ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു 35. ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെയർ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്ട്സിനകത്ത് സിമുലേഷനകത്ത് CC ബാൾ ആക്ഷൻ എന്ന് പറയും. ഈ പറഞ്ഞ എഫക്ട്സ് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ഗ്രിഡ് സ്പേസിങ് 10 കൊടുത്തതിന് ശേഷം ബാൾ സൈസ് 7 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു നാരോ ചെറിയ പൊട്ട് പോലത്തെ ഡോട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ അനിമേഷനൊന്നുമില്ല, ജസ്റ്റ് സ്റ്റില്ലാണ്. ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും എടുക്കുക. അതിന് നമ്മൾ എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, അല്ലെങ്കിൽ Ctrl+D പ്രസ് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇനി ഈ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്ട്സ് ലെയർ സ്റ്റൈലിൽ പോയിട്ട് സ്ട്രോക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ നമുക്ക് കിട്ടി. കണ്ടോ, ഈ സ്ട്രോക്ക് അപ്ലൈന് ശേഷം നമ്മൾ ഇതിൽ ഒരു CC ബാൾ ആക്ഷൻ കിടപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് ആ ലെയർ ആണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. ഈ രണ്ടാമത്തെ ലെയറിൽ CC ബാൾ ആക്ഷൻ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ അഡ്വാൻസ് ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ഈ ഫിൽ ഒപ്പാസിറ്റി 2 കൊടുക്കുക. കൊടുത്തതിന് ശേഷം സ്ട്രോക്കിൽ പോയതിന് ശേഷം ജസ്റ്റ് വൈറ്റ് കളർ കൊടുക്കുക. ഇവിടെ സൈസ് എത്ര കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഇങ്ങനെയാണ് ഒരു ഔട്ട്ലൈൻ പോലെയും ജസ്റ്റ് അകത്തൊരു ഡോട്ട് പോലെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ കോമ്പോസിഷനിലേക്ക് വരിക. പ്രൊജക്റ്റിൽ പോയി കഴിഞ്ഞാൽ മെയിൻ കോമ്പോസിഷൻ. ഓക്കെ, അവിടെ വന്നതിന് ശേഷം അവിടെ വേൾഡ് മാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ കോമ്പോസിഷനെ മെയിൻ കോമ്പോസിഷനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. മെയിൻ കോമ്പോസിഷനായിട്ട് വേൾഡ് മാപ്പ് കോമ്പോസിഷൻ ഡ്രാഗ് ചെയ്തിട്ടു. ഇട്ടതിന് ശേഷം ആ വേൾഡ് മാപ്പ് കോമ്പോസിഷനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്ട്സിൽ പോയിട്ട് പെർസ്പെക്റ്റീവിനകത്ത് CC സ്പിയർ എന്ന് പറയും, അപ്ലൈ ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്കൊരു സ്പിയറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ആ സ്പിയറിൻ്റെ റേഡിയസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു, മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഷെയ്ഡിങ്ങിൽ പോയിട്ട് ഞാൻ ആംബിയൻസ് 100 കൊടുത്തതിന് ശേഷം ഞാനിതിന് റൊട്ടേഷൻ കൊടുക്കാൻ പോവുകയാണ്. അവിടെ റൊട്ടേഷൻ എടുക്കുക, Y റൊട്ടേഷൻ കീ കൊടുക്കുക, ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ആനിമേഷൻ നടക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കൊരു 3D വേൾഡ് മാപ്പായിട്ടുണ്ട്.
ഇനി അതിനുശേഷം ഞാൻ എൻ്റെ റൊട്ടേഷൻ എക്സ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൽ റൊട്ടേഷൻ ഇസഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഞാൻ ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ആദ്യം തൊട്ട് താഴെ കിടക്കുന്ന വേൾഡ് മാപ്പിന് ഞാൻ റീനെയിം ചെയ്യുന്നു. ഞാനത് ഇൻസൈഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. തൊട്ട് മുകളിൽ കിടക്കുന്ന കോമ്പോസിഷന് ഔട്ട്സൈഡ് എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇനി ഇൻസൈഡിൽ പോയിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു ഫാസ്റ്റ് ബ്ലർ അപ്ലൈ ചെയ്യുന്നു. CC ഫാസ്റ്റ് ബ്ലർ ഞാൻ ടൈപ്പ് ചെയ്തെടുത്ത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ റേഡിയസ് ഞാനൊരു 20 വേണ്ട, ഒരു 10 കൊടുത്താൽ മതി. 10 കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്കത് ബ്ലർനെസ് ആണ് ഇരിക്കുന്നത്, നമുക്ക് ഓഫ് ചെയ്യാൻ പറയാൻ പറ്റും. കണ്ടോ? ഇനി ആദ്യം കൊടുത്ത ലെയറിൽ നമ്മൾ CC സ്പിയറിൽ പോയിട്ട് ഇവിടെ റണ്ടർ എന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ഈ റണ്ടറിനകത്ത് പോയിട്ട് ഇൻസൈഡ് കൊടുക്കുക. തൊട്ട് മുകളിൽ കിടക്കുന്നത് ഫുള്ള് മാറ്റിയിട്ട് ഔട്ട്സൈഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിൽ ബ്ലർനെസ്സായി തൊട്ട് മുകളിൽ ഇരിക്കുന്നത് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ഷാർപ്പായിട്ട് കിട്ടി. കണ്ടോ? ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറങ്ങി വരുമ്പോഴത്തേ ബാക്കിൽ ബ്ലർനെസ് ആവുന്നു, ഫ്രണ്ടിൽ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ അതിന് ഞാൻ പേര് കൊടുക്കുന്നു, സ്കെയിൽ എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ റേഡിയസ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ റണ്ടർ ഔട്ട്സൈഡ് മാറ്റിയിട്ട് ഫുള്ള് കൊടുക്കുന്നു. ജസ്റ്റ് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. വീണ്ടും റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി അതിലേക്ക് സിമ്പിൾ ചോക്കർ എന്ന് പറയും. സിമ്പിൾ ചോക്കർ എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അവിടെ ചോക്കർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ടിങ്ങിനെ കണ്ടോ, ജസ്റ്റ് തൊട്ട് ബാക്കിൽ ലെയർന്ന് ഓഫ് ചെയ്യാം. നമുക്ക് ചോക്കർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് ഇതാണ്, ഇങ്ങനെയാണ്. ഞാനവിടെ അത് 1.2 കൊടുക്കുന്നു. ബാക്കി ലെയറിലാണ് ഓൺ ചെയ്യാം. ഇനി ഇത് കോപ്പി എടുക്കുക. ആ സിമ്പിൾ ചോക്കർ കോപ്പി പറയുക. നമ്മുടെ തൊട്ട് താഴത്തെ വേൾഡ് മാപ്പ് സ്കെയിൽ ഉണ്ടല്ലോ, അതിലേക്ക് എന്ത് പറയുക, പേസ്റ്റ് പറയുക. അപ്പോൾ 2 ലെയറിലും അത് അപ്ലൈ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ഇനി ഈ മാപ്പ് സ്കെയിലിൻ്റെ ഒപ്പാസിറ്റി T അടിച്ചിട്ട് ഒരു 29-30 ആ റേഞ്ചിലിടുക. അതിൻ്റെ തൊട്ട് താഴത്തെ മാപ്പ് സ്കെയിലും ഒപ്പാസിറ്റി എടുത്തിട്ട് ഒരു 26 റേഞ്ചിലിടുക. 26ഓ 28ഓ ആ റേഞ്ചിൽ ഇടാം. ഓക്കെ, ഇട്ടതിന് ശേഷം നമ്മുടെ ആദ്യം ചെയ്ത വേൾഡ് മാപ്പ് കോമ്പോസിഷൻ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് വീണ്ടും ന്യൂ സോളിഡ് എടുക്കുക, ഒരു വൈറ്റ് കളർ കൊടുക്കുക. അവിടെ ജസ്റ്റ് ഞാനത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, FX സിമുലേഷൻ പോയിട്ട് CC സ്റ്റാർ ബ്രസ്റ്റ് അപ്ലൈ ചെയ്യുക. ബാൾ സൈസ് ഒരു 10 കൊടുക്കുക. ഓക്കെ, അപ്പം പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ജസ്റ്റ് മെയിൻ കോമ്പോസിഷനിൽ പോയിട്ട് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ആ സ്റ്റാർ ബസ്റ്റ് കുറച്ച് ആ ഗ്ലോബിനകത്ത് ജസ്റ്റ് ഇങ്ങനെ സ്പാർക്ക് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക. അവിടെ ആ ലെയർ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കൺട്രോൾ D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഹ്യൂ സാച്ചുറേഷൻ എടുത്ത് ഏതിലേക്ക് ഇടുക, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടുക. ഇട്ടതിന് ശേഷം കളറൈസ് ടിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കളറൈസ് സാച്ചുറേഷൻ 100 കൊടുത്തിട്ട് കളറൈസ് ലൈറ്റ്നെസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇനി അതിൻ്റെ കളറൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള കളർ നമുക്ക് ഏതാണോ വേണ്ടത് ആ കളറ് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി ആ ലെയർ തൊട്ട് താഴെയിട്ടിട്ട്
തൊട്ട് മുകളിൽ കിടക്കുന്ന ലെയറിലേക്ക് നമ്മളെന്ത് കൊടുക്കുന്നു, ഗ്ലോ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഗ്ലോ റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഗ്ലോ ത്രഷോൾഡും റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കുള്ള ഡിജിറ്റൽ എർത്ത് അനിമേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പുറത്തുനിന്നുള്ളൊരു പ്ലഗിനോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള എഫക്ട്സുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തൊരു വർക്കാണ്. കണ്ടോ? അപ്പോൾ ഡിജിറ്റൽ എർത്ത് അനിമേഷൻ മനസ്സിലായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ ഐഡിയകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ട് താഴെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതേപോലുള്ള ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.